സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ തെസലോനിക്ക ലേഖനത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പോവുകയാണ്. തെസലോനിക്ക ലേഖനത്തിൻ്റെ അനേക പ്രത്യേകതകൾ ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെപ്പറ്റി ഏറ്റവും വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് തെസലോനിക്ക ലേഖനത്തിലാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവുമായി സംബന്ധിച്ച കാര്യങ്ങൾ തെറ്റിദ്ധാരണയില്ലാതെ, ഒരുവിധമായ ആശയക്കുഴപ്പങ്ങളില്ലാതെ വ്യക്തവും സ്പഷ്ടവുമായി നമുക്ക് ലോകത്തിന് പൊരുൾ തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെങ്കിൽ തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും നമ്മൾ എക്സൈറ്റ്മെൻറ്റിൽ കയറി പറയരുത്. ഇനി നമ്മൾ വായിക്കുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്ത ഏത് കാര്യങ്ങളും തെസലോനിക്ക ലേഖനം ഒന്ന് ടച്ച് ടോണിൽ കൊണ്ടുവന്ന് നോക്കണം. ഇങ്ങനെയാണോ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം വിശ്വസിക്കാം. സപ്പോസ് അത് പൗലോസ് എൻഡോസ് ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ. പൗലോസ് എൻഡോസ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി ആരൊക്കെ പറഞ്ഞാലും ആ പറയുന്ന ആൾ എത്ര വലിയ മഹാനായ ആളായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം അത് നമുക്ക് എൻഡോസ് ചെയ്യാൻ, അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി മസ്റ്റ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. കാരണം കർത്താവിൻ്റെ മടങ്ങിവരുന്ന വിഷയത്തെപ്പറ്റി ഇപ്പോൾ ധാരാളം ചർച്ചകളും ഒരുപാട് തിയറിയും നമ്മൾ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് എ റോങ് തിങ്. മനുഷ്യൻ എഴുതി വെക്കുന്നതല്ല പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും തിയറിയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ പുത്രൻ്റെ മടങ്ങിവരവ് നിശ്ചയിക്കുക എന്നുള്ളത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ പദ്ധതിയല്ല. ആര് എന്ത് തിയറി ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ തിയറി അനുസരിച്ചല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. 2 തെസലോനിക്ക ലേഖനത്തിൽ വരുമ്പോഴേക്ക് ദ ഹോൾ ബൈബിളിൽ, ദ എൻറ്റയർ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നുള്ളതാണ് തെസലോനിക്ക ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഇനി വേറൊരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആദ്യത്തെ ലേഖനങ്ങളാണല്ലോ 1, 2 തെസലോനിക്ക ലേഖനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു അൺമൈൽഡായ, ഒരു പക്ഷെങ്കിൽ അൺഎഡിറ്റഡ്, നമുക്കറിയാം അൺഎഡിറ്റഡ് ആയ ലാംഗ്വേജാണ് പൗലോസ് ഈ ലേഖനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒറ്റ സെൻറ്റൻസ് എടുത്തിട്ട് ഒരു 10-25 കൂട്ടം കാര്യങ്ങൾ ആ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞങ്ങ് തീർക്കും. ഇനി ഇത് മുഴുവൻ എന്തുവാ എവിടാന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറേ ഓടേണ്ടി വരും. അതാണ് ഒരു പ്രോബ്ലം നമ്മൾ ഈ തെസലോനിക്ക ലേഖനത്തിൽ ഫേസ് ചെയ്യുന്നത്. നമ്മൾ 1-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും 1-ാം അധ്യായത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് ഞാൻ പറഞ്ഞിട്ട് ഇനി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ക്രസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, പ്രധാന ഭാഗം എന്ന് പറയുന്നത് 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായമാണ്. പക്ഷേ അതിനു മുമ്പ് 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ച് അത് നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്ത ശേഷം നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാമെന്ന് വിശ്വസിക്കുന്നു. 2 തെസലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും അവൻ അതിശയമാം വിഷയം ആകേണ്ടതിനും വരുമ്പോൾ. ഓൺ ദാറ്റ് ഡേ, ആ ദിവസം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്ന ആ ദിവസം, ഇവിടെ ആ നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക്കായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 2-ാമത്തെ മടങ്ങിവരവാണ്. മടങ്ങിവരവൻ 2-ാമത്തെ ആമുഖം എന്ന് പറയുന്നത് ശരി, 2-ാമത്തെ മടങ്ങിവരവ് എന്ന് പറയുന്നതിനേക്കാൾ 2-ാമത്തെ ആമുഖം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വാട്ട് ഈസ് ദ പർപ്പസ്? ദ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം എന്നുള്ളതാണ്. ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം. ഓൺ ദാറ്റ് ഡേ മീൻസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുന്ന ആ ദിവസം സംഭവിക്കേണ്ട. അപ്പം കർത്താവ് എങ്ങനെയാണ് വരുന്നത്? ഈ ഭൂമിയെ ഭരിക്കാൻ കർത്താവ് വരുന്നത് വിശുദ്ധന്മാരുമായി, നമ്മളുമായിട്ടാണ് വരുന്നത്. നമ്മളുടെ കൂടെ വരുന്നത്. നമ്മളുടെ കൂടാണ് കർത്താവ് വരുന്നത്. ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ആദ്യത്തെ പ്രവാചകനായ ഹാനോക്ക് പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായിട്ട് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ആ നാളിൽ
എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടണം. തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടണം. That means God should get glory in us. God should get glory in us എന്ന് പറഞ്ഞ് നോക്കിക്കോണേ. ഈ നമ്മളെ നമ്മുടെ ജീവിക്കുന്ന കാലത്ത് നമ്മളെല്ലാവരും അറിയാവുന്നവരാണ്. ഈ നമ്മളെ ലോകം കണ്ടതാ. ലോകത്തിന് നമ്മളെ അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ everybody is looking at every one of us. Everybody is looking at every one of us. എങ്ങനെയാ നോക്കുന്നത്? With amazement. ഇതല്ലയോ നമുക്കറിയാവുന്ന ബാബു ജോൺ സാറ്? ഇയാളെ കണ്ടപ്പോൾ എങ്ങനെ ഇരുന്നതാ? നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ഇയാളുടെ എത്രയോ വീഡിയോ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു. ഇയാളെ കണ്ടപ്പോൾ എങ്ങനെ ഇരുന്നതാ? ഇയാളെ ഇപ്പം കണ്ടോ? Look at him. What does he look like? Look at him. What does he look like? Look at him. What does he look like? So everybody who looks at us is feeling surprised. നമ്മൾ കാണുന്ന എല്ലാവരും സർപ്രൈസ്ഡ് ആകുക. Everybody who looks at us is getting surprised. എന്തുകൊണ്ടാണ് ഈ സർപ്രൈസ് ഉണ്ടാകാൻ കാരണം? സർപ്രൈസ് ഉണ്ടാകാൻ കാരണം യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നാം എന്താകും ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നവരാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും. ശ്രദ്ധിച്ചോണേ, ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിൻ്റെ കാഹളത്തിൽ ഉയർത്തപ്പെട്ട് മധ്യാകാശത്തിൽ ചെന്ന് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തേജസ്സിന്റെ പ്രഭ കാരണം, കേൾക്കാമോ എല്ലാവർക്കും? മ്യൂട്ടഡ് ആയോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തേജസ്സിന്റെ പ്രഭ കാരണം അത് നമ്മുടെ മുഖത്തോട്ട് അടിച്ചിട്ട് നമ്മൾ കർത്താവിനെ പോലെയായി. അതിനുശേഷം സ്വർഗത്തിൽ നടന്ന സീരീസ് ഓഫ് ഫങ്ഷൻസ് കാരണം നമ്മൾ വി ആർ ജസ്റ്റ് ലൈക്ക് ജീസസ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരിക. ഈ നമ്മളെ കാണുമ്പോഴേക്ക് ലോകം അതിശയിക്കുക. Now who feels proud of us? കർത്താവ് ആണ് നമ്മളിൽ മഹത്വപ്പെടുന്നത്. കർത്താവ് നമ്മൾ മഹത്വപ്പെടുന്നതിനർത്ഥം എന്താണ്? It is the Lord's glory that is reflected and manifested in us. കർത്താവിന്റെ മഹത്വം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാണ്, നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പം ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെട്ടു. The Lord got the glory. അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെട്ടു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് എല്ലാവരിലും അവൻ അതിശയ വിഷയമാകേണ്ടതിനും. So the Lord is going to be a matter of surprise. The Lord is going to be a matter of surprise in everybody who believed. നിങ്ങൾ എത്ര പേര് ഈ പ്രിസൺ ഫെലോഷിപ്പിനെ പറ്റി കേട്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പ്രിസൺ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആരംഭിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ വ്യാപിച്ചതും നമ്മുടെ നാട്ടിലും പ്രിസൺ ഫെലോഷിപ്പ്, നമ്മുടെ നാട്ടിൽ പ്രിസൺ ഫെലോഷിപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് പ്രിസൺ മിനിസ്ട്രി എന്ന് പറയും. ഈ പ്രിസൺ മിനിസ്ട്രി ആരംഭിച്ചത് അമേരിക്കയിലെ 2 ദേവദാസന്മാർ കൂടിയാണ്. ഒരു ചാൾസ് കാൾസൺ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ആള്. ഇവർ രണ്ടുപേരും കൂടെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ചിന്തിക്കുക, വാട്ട് ഷാൽ വി ഡു ഫോർ ദ ലോർഡ്? കർത്താവിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഹൗ ക്യാൻ ഗോഡ് ബി ഗ്ലോറിഫൈഡ് ഇൻ us? ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? ഇങ്ങനെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കാൾസൺ നോക്കിയപ്പം ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നു. ആദ്യം വിചാരിച്ചത് തോന്നലായിരിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അല്ല, ഒരാളാണെന്ന് മനസ്സിലായി. പിന്നെ നോക്കിയപ്പം അത് യേശുവാണെന്ന് മനസ്സിലായി.
അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? താൻ ഒരു സ്വപ്നം പോലെ കാണുകയാണ്, തനിക്കൊരു സ്വപ്നം കണ്ടായിരിക്കും, അടുത്ത ആള് കണ്ടില്ലെന്ന് വിചാരിച്ചു. ബട്ട് ദ സെക്കൻഡ് പേഴ്സൺ വാസ് ഓൾസോ സീയിങ്. ജീസസ് കെയിം സോ ക്ലോസ്. കർത്താവ് ഒരുപാട് അവരുടെ അടുത്ത് വന്നു, ഒത്തിരി ക്ലോസ് ആയിട്ട്. ആ സീഫ് ടു ടച്ച്, അവർ അന്യോന്യം തൊടുന്ന ആ അത്രയും പ്രോക്സിമിറ്റിയിലെത്തി. കർത്താവ് മറഞ്ഞുപോയി. ഇത് നല്ല രാത്രിയായി. രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞിട്ട് അവരവരുടെ വീടുകളിൽ പോയി. അപ്പം കാൾസൺ വന്നിട്ട് തൻ്റെ വീടിൻ്റെ ഡോർ നോക്ക് ചെയ്തു. ഭാര്യ വന്നു, കതക് തുറന്നു. അവർ ഒറ്റ വെറുതെ അങ്ങ് വീണ്ടു. ഷി വാസ് സോ ഷോക്ക്ഡ്. എന്നിട്ട് കതക് കുറ്റിയിട്ടിട്ട് അകത്തോട് ഓടി അങ്ങ് പോയി. ഇയാൾ കടന്ന് കതകിലിടിക്കുക. നേരം വെളുക്കുന്നവർ പെമ്പറന്നവർ കഥ തുറന്നില്ല. പുള്ളി അവിടെ ഇങ്ങനെ മൂലയ്ക്ക് കുഞ്ഞുകൂടിയിരുന്നു. രാവിലെ ഭാര്യ വന്ന് കഥ തുറന്നു. അപ്പം ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയെന്ന് പറഞ്ഞു. പറഞ്ഞു, നോ, ഐ ഡിഡ്ന്റ് സീ യു. I see a glorious personality, full of light. I got no idea what it was. I was shocked. That's why I ran away. ഞാൻ മഹത്വപൂർണമായ ഒരു വ്യക്തിയെ കണ്ടു, എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഭയപ്പെട്ടു, ഞാൻ ഓടിയാന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ മറ്റേ ഫ്രണ്ടിനെ അന്ന് പകല് കണ്ടു. അയാൾ പറഞ്ഞു, ലുക്ക്, ഐ ഹാഡ് എ ടെറിബിൾ എക്സ്പീരിയൻസ്. My wife didn't permit me inside. She was so shocked when I knocked on the door. You get me? Amazing. അപ്പം once you have a face-to-face encounter with the Lord Jesus Christ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു ഫേസ് എ ചേഞ്ച്. ദെൻ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇതാണ് നമ്മൾ പറയുന്നതായ തേജസ്സിന്റെ സിംഹാസനം വെക്കുകയും സകല ജാതികളെയും കൂട്ടിവരുത്തുകയും ഇടത്തുള്ളവരെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് സെന്റൻസ് ടു എക്സ്പ്ലെയിൻ. അപ്പൊ അതുകൊണ്ട് പോൾ സേസ്, ഇറ്റ് ഈസ് മൈ പ്രയർ ഫോർ യു. എന്തായിരിക്കും നിങ്ങളെ പറ്റിയുള്ള പ്രയർ? നമ്മുടെ ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടണം. You should be glorified in him and he should be glorified in you. കർത്താവ് നിങ്ങളിൽ മഹത്വപ്പെടണം, കർത്താവ് നിങ്ങളിൽ മഹത്വപ്പെടണം, നിങ്ങൾ കർത്താവിലും മഹത്വപ്പെടണം. നമ്മൾ കർത്താവിൽ മഹത്വപ്പെടുന്ന കാര്യം, കർത്താവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ തേജസ് നമുക്ക് വരികയാണെങ്കിൽ, ഇനി നമ്മൾ എങ്ങനെ, കർത്താവ് എങ്ങനെ നമ്മളിൽ മഹത്വപ്പെടുന്നത്? മേ ഹോപ്പ് യു ഫോളോ മീ. കർത്താവ് എങ്ങനെയാണ് നമ്മളിൽ മഹത്വപ്പെടുന്നത്? കർത്താവ് നമ്മളിൽ മഹത്വപ്പെടുന്ന കാരണം we live a life that is worthy of the Lord Jesus Christ, worthy of the calling, worthy of the cross. Listen to me, three things. We live a life that is worthy of the Lord Jesus Christ. യേശു ക്രിസ്തുവിന് യോഗ്യമാവണം. നമ്പർ 2, worthy of the calling, നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം. നമ്പർ 3, worthy of the cross, ക്രൂശിന് യോഗ്യമാവണം. അപ്പൊ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എടുക്കാം. ഓക്കെ, എൻ്റെ ജീവിതം കാണുമ്പം, എന്നെ കാണുമ്പോൾ, എൻ്റെ പെരുമാറ്റം കാണുമ്പോൾ, എൻ്റെ സ്വഭാവം കാണുമ്പം, സ്വർഗത്തിൽ ഇരിക്കുന്ന ദുഷ്ടന്റെ ആളുകള് കർത്താവിനോട് ചോദിക്കും, ഇവന് വേണ്ടിയാണോ ക്രൂശിക്കപ്പെട്ടത്? ഇവനെയാണോ വിളിച്ചത്? ഇവനാണോ യേശു ക്രിസ്തുവിന് കൊള്ളാവുന്നവൻ? On the other side, when Heavenly Father sees that I live a life
that is worthy of the Lord Jesus Christ. യേശു ക്രിസ്തുവിന് യോഗ്യമാവുന്ന ജീവിതമാണ്. നമ്പർ 2, worthy of the divine call. എന്നെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണമുള്ള ജീവിതമാണ്. And number 3, worthy of the cross. worthy of the cross. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് worthy ആയിരുന്നു, യോഗ്യമായിരുന്നു, ശരിയായ ഡിസിഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ that my son died on the cross for him. അവന് വേണ്ടി, ഇവന് വേണ്ടി എൻ്റെ മകൻ ക്രൂശിൽ മരിച്ചത് ദ റൈറ്റ് ഡിസിഷൻ എന്ന് പിതാവായ ദൈവത്തിന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ ജീവിക്കണം. യെസ്, അതിന് നിങ്ങൾ ഇടയാക്കണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ 2 Thessalonians chapter 2 അതിന് 1 മുതൽ 12 വരെയുള്ള അതികഠിനമായ ഭാഗത്തേക്ക് വരാൻ പോകുന്നു. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലും ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലുകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മൂർത്തിയായവനും വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം എന്നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് മാത്രം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവനെ കർത്താവ് യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തോണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർ ഏവർക്കും ന്യായവിധി വരേണ്ടത് ദൈവം അവരെ ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിക്ക് അയക്കുന്നു. റൈറ്റ്, ഇതാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കുവാൻ പോകുന്നതായ വിഷയം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തിൽ പിന്നെ ഞാൻ മുഖവരെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ തെസലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്, വിശുദ്ധ പൗലോസ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ടുണ്ടോ, ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ട കാര്യം. Suppose Paul has said it, it's right. He has not said it, it's wrong. The Christian life is not one gigantic leap giving you everything in one shot. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ജൈജാനിക്കായ ഒറ്റ ചാട്ടത്തിൽ സകല കാര്യങ്ങൾ നമ്മൾ പഠിക്കത്തക്കവണ്ണം വൺ ലീപ്പ് അല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ കാര്യം വീണ്ടും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു വൺ ലീപ്പിൽ മുഴുവൻ കാര്യങ്ങളും സാധിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി നമ്മളിവിടെ 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗം നമുക്ക് gives you number of facts and I want just put them in their settings. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവുമായി സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പെർഫെക്റ്റ് ഓർഡറിൽ അടുക്കി പറഞ്ഞു തരുന്നതാണ് 2 തെസലോനിക്ക ലേഖനത്തിൻ്റെ 2-ാം അധ്യായം. The most important chapter that we should never forget. These facts were written down because people had got the facts wrong, and there is no happier hunting grounds
for the crank than teaching of Christians about the future. നോക്കിക്കോണേ, ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി മനസ്സിലാക്കേണ്ടതിനാണ്, അല്ലാതെ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ജനത്തെ തെറ്റിച്ച് കളയുന്നതിനല്ല. ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്. വിവിധവും അന്യമായ ഉപദേശങ്ങളാൽ ജനത്തെ തെറ്റിച്ച് കളയുന്നതിനല്ല, മറിച്ച് കൃത്യമായ ഉപദേശങ്ങൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതിനാണ്. Many of the sects and cults which knock at your door have all kinds of weird and wonderful notions about the future. നമ്മുടെ കതകിൻ്റെ അവിടെ വന്ന് മുട്ടി വിളിക്കുന്ന ഒരുപാട് ബൈബിൾ സ്റ്റഡിക്കാരുണ്ട്. അവര് നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവും നമ്മുടെ ഭാവി എന്ന വിഷയത്തെപ്പറ്റി അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ ഭാവിയുമായിട്ടോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ടോ വിശുദ്ധ പൗലോസ് നമുക്ക് എഴുതി തന്ന കാര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവിയെപ്പറ്റിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്ലാനിനെ പറ്റിയും വിശുദ്ധ പൗലോസ് എഴുതി തന്ന കാര്യങ്ങളെപ്പറ്റിയും ഒരു സ്ലോട്ടിൽ, ദ ഹോൾ ബൈബിളിലെ ടോപ്പിക്സ് ആണെങ്കിൽ ഒരു സ്ലോട്ടിൽ, ഒരു ചാപ്റ്ററിൽ, ഒരു അധ്യായത്തിൽ, ഒരു യൂണിറ്റിൽ അത് ബൈബിളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യെസ്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ്, സിൻസ് ദ ഫ്യൂച്ചർ ഹാസ് ഹാപ്പൻഡ്, വി ആർ ഫ്രീ ടു സ്പെക്കുലേറ്റ്. താങ്ക് ഗോഡ് വി ഡോണ്ട് നീഡ് ഇറ്റ് ഇഫ് വി നോ അവർ ബൈബിൾസ്. ഇപ്പൊ ഫ്യൂച്ചർ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഫ്യൂച്ചർ ഇതുവരെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. നമ്മുടെ സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇവിടേക്ക് കയറി വരിക എന്ന് കേൾക്കുന്ന ശബ്ദമാണ് അതിന്റെ സിംബോളിക്ക്. അതൊരു സംശയമില്ല, ഇവിടെ കയറി വരിക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലാണ്. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലിരിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്വർഗത്തിലാണ്, ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവർ പറയുന്നത്. അപ്പൊ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദ്യം ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമാകുന്നു, പിന്നെ ചുവക്കുതിര പ്രത്യക്ഷമാകുന്നു, അത് കഴിഞ്ഞ് പച്ചക്കുതിര പ്രത്യക്ഷമാകുന്നു, യെല്ലോ കളർ എന്ന് പറയുന്നത് പ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ കുതിരകൾ പ്രത്യക്ഷമാകുക. ഈ കുതിരകൾ പ്രത്യക്ഷമാകുന്നത് എപ്പോഴാണ്? കുതിരകൾ പ്രത്യക്ഷമാകുന്നത് നമ്മൾ സ്വർഗത്തിൽ അക്ഷരീകമായി എത്തിയ ശേഷമാണ്. ഇപ്പം നമ്മൾ ആത്മീയമായ സ്വർഗസ്ഥലങ്ങൾ നമ്മൾ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ അക്ഷരീകമായി നമ്മൾ സ്വർഗത്തിൽ എത്തിയ ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഈ കുതിരകളുടെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അന്ത്യകാലങ്ങളെ പറ്റി, പ്രവചനത്തെ പറ്റി പറയുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഐ ഷുഡ് സേ മോർ ദാൻ 90% ഓഫ് ദ പീപ്പിൾ, അവർ പറയുന്നത് എന്തുവാണ്? അന്ത്യകാലത്ത് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടും. എന്തുമായി വെള്ളക്കുതിര? അത് വെള്ളക്കാരുടെ ഭരണം, ബ്രിട്ടീഷ് ഭരണമാണ്. ഒരു ചുമന്ന കുതിര പ്രത്യക്ഷപ്പെടും. ആ ചുമന്ന കുതിര എന്താണ്? അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നാ ഭരിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചരിത്രബോധമുള്ള ആർക്കെങ്കിലും പറയാമോ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നാ ഭരിച്ചതെന്ന്? ഐ ഹാവ് നോ ഐഡിയ. മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ സ്വർഗത്തിലെത്തണം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ, ഒരാൾ 3-ാമത്തെ കാഹളം ഉണ്ടായി, 4-ാമത്തെ കാഹളം ധ്വനിച്ചു, 5-ാമത്തെ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഗുണമുണ്ട്, ഇതുവരെ അത് ധ്വനിച്ചുമില്ല, നമ്മളാരും മേപ്പോട്ട് പോയുമില്ല, അതുകൊണ്ട് നമുക്ക് വലിയ അപകടമില്ല. Let us stick to the facts as they are clearly laid out in the word. ദൈവവചനത്തിൽ ഈ കാര്യത്തെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു, നമ്മളത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. Let us not go beyond the word in what it says. ദൈവവചനം എന്ത് പറയുന്നു അതിനപ്പുറേക്ക് 1 ഇഞ്ച് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. If God wanted us to know something, he had already put it here. തൻ്റെ വരവിനെ പറ്റി നമ്മൾ എന്ത് അറിയണമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങൾ മുഴുവൻ കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹിയർ,
He wants us to know it. If it is not here, it doesn't. So let us stick to the facts. ഇവിടെയാണ് നമ്മൾ അറിയേണ്ട കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ പറഞ്ഞ കേട്ടാൽ മതി. But in Thessalonica, Paul, from the very beginning of preaching Christianity to them, had told them that Christ was going to come back again to this planet. തെസ്സലോനിക്കയിൽ 3 മാസം സഭ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് പൗലോസ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ പ്ലാനറ്റ് എർത്തിൽ, ഈ ഭൂമിയിൽ തിരികെ വരും എന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ തിരിച്ചു വരുമെന്ന്. ഇറ്റ്സ് എ വൈറ്റൽ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ തിങ്കിങ്. ക്രിസ്ത്യൻ തിങ്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ അക്ഷരീയമായി തിരിച്ചു വരുന്നതാണ്. ഇറ്റ്സ് എ സെന്റർ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രബിന്ദുവാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദി ആങ്കർ ഓഫ് ഫോർ us to hold on to when the storm hits us. പലപ്പോഴും നിരാശയുടെ അല്ലെ ആശയക്കുഴപ്പങ്ങളുടെ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിത പടകിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ആങ്കർ, പ്രത്യാശയുടെ നങ്കൂരം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവാണ്. വി ഹാവ് ആൻ ആങ്കർ വിത്തിൻ ദ വെയിൽ. ഈ പുറമേ കാണുന്ന മൂടുപടത്തിനകത്ത് നമുക്കൊരു നങ്കൂരമുണ്ട്. അവർ ഹോപ്പ് ആൻഡ് വി ഹോൾഡ് ഓൺ ടു ദാറ്റ് ആങ്കർ. നമ്മൾ ആ ആങ്കറിനെ, ആ നങ്കൂരത്തെ മുറുകെ പിടിക്കുക, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം. But Paul says to the Thessalonians, you are getting shaken from your moorings. ഞാൻ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന ആ കാര്യം മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടെ നങ്കൂരം അടിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിതം ഉറപ്പിച്ചു. നിങ്ങളുടെ വിശ്വാസ കപ്പൽ ഞാൻ നങ്കൂരമിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന വിഷയത്തിലാണ്. That is where നമ്മുടെ വിശ്വാസ ജീവിതം. പക്ഷെങ്കിൽ the anchor is loosening and you are becoming panic stricken. പക്ഷെ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. അവരുടെ വിശ്വാസത്തിൻ്റെ നങ്കൂരം അയയാൻ തുടങ്ങി. അവർക്ക് ആകെപ്പാടെ വിരളി പിടിക്കാൻ തുടങ്ങി. You are getting unbalanced. You are getting overvexed. You are getting unbalanced. നിങ്ങളുടെ ബാലൻസ് നഷ്ടമാകുന്നു. നിങ്ങൾ ഒരുപാട് ട്രബിൾഡ് ആകുന്നു. And people can get overvexed and unbalanced in matters of the second coming of our Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന വിഷയം പഠിപ്പിക്കുമ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ ബാലൻസ്, ഇക്വിലിബ്രിയം നഷ്ടമാകും. പിന്നെ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനേ ഉള്ളൂ. It's very easy to get matters of the second coming out of proportion, and this is what happens at Thessalonica. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവെന്ന വിഷയം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് they go out of balance, out of proportion ആകും. ആളുകൾ കൺഫ്യൂസ്ഡ് ആകും. തെസ്സലോനിക്കയിൽ പൗലോസ് പഠിപ്പിച്ചിട്ട് പോയി. പൗലോസ് പഠിപ്പിച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പം ആളുകൾ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി. They have got the fundamental right, and the two fundamentals are the appearing of the Savior and the assembly of the saints. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ രണ്ട് പ്രധാന ഫണ്ടമെന്റൽസ്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ദ അപ്പിയറിംഗ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മേഘങ്ങളിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ദ അസംബ്ലി ഓഫ് ദ സെയിൻസ്. സകല വിശുദ്ധന്മാരും ഒരുമിച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രിസ്ത്യൻ അസംബ്ലി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറയാൻ പോവാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത ഒന്നാമത്തത്. അത് കഴിഞ്ഞ് നമ്മൾ യുഗങ്ങളോട് കർത്താവിനോടി
സ്വർഗത്തിലങ്ങ് ജീവിക്കുകയല്ല. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ തീർത്തു കഴിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും നമ്മളും കൂടെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ദ സെയിൻസ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ പോവുക. അപ്പം ദീസ് ആർ ദ ടു ഫണ്ടമെന്റൽ ഫാക്ട്സ്. ജീസസ് ഇസ് കമ്മിങ് ബാക്ക്, ആൻഡ് വെൻ ഹി ഡസ് വി വിൽ മീറ്റ് ഹിം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണും. You wait till you get there, till be a huge crowd, and your grandfather will be there too. നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പം എൻ്റെ കർത്താവേ, ഞാൻ മാത്രമാണോ? എത്രയോ തലമുറയായിട്ട് കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ്, ആ ജനറേഷൻ മുഴുവനും അവിടെ ഉണ്ട് കർത്താവിനെ കാണാൻ. We'll all be there who know and love the Lord now. These are the facts. അപ്പം കർത്താവിനെ ഇന്ന് സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും അവിടെ കാണുന്നു. The Lord is coming back. We are going to meet him in the air before his feet even touch the air. നോക്കണം, നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നു. താൻ ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ഇതാണ് 1 തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രധാന പ്രതിപാദ്യം. We will be with him. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെയായിരിക്കും. Those who have been dead in Christ for centuries, നൂറ്റാണ്ടുകളായി ക്രിസ്തുവിൽ മരിച്ചവർ, they will be there. അവരെ നമ്മൾ അവിടെ കാണും. And all the Christians who are alive will leave their place where they are in a moment, and they will go to be with him. ഇനി ഭൂമിയിൽ ശേഷിക്കുന്ന സകല വിശുദ്ധന്മാരും കർത്താവിനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത ചോദ്യം, ഡോണ്ട് ആസ്ക് മീ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ. ഇനി അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നത്? അതിൻ്റെ മെക്കാനിസം എന്തുവാ? അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആർക്കറിയാം? ആർക്കും അറിയത്തില്ല. പിന്നെ ആർക്കേ അറിയത്തുള്ളൂ? കർത്താവിനറിയാം. അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം. ഈ ഭൂമിയിൽ നിന്ന് ആർക്കും മേപ്പോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ജോഷി പാസ്റ്റർക്ക് എത്ര മേപ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാലും നടക്കത്തില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിന് അനൂജ് സാറിനറിയാം, ഞാനൊക്കെ മറന്നുപോയി. അതിന് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. അങ്ങനെ ഫോഴ്സ് ഉണ്ടല്ലേ സാറേ? മേപ്പോട്ട് പോകാൻ സംഭവിക്കുന്നത്, മേപ്പോട്ട് പോകുന്നത് പിടിച്ച് താപ്പോട്ട് പിടിക്കും, മേപ്പോട്ട് പോകുന്നത് നേരെ താപ്പോട്ട് പിടിക്കും. അതിനാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിവിടെ കിടക്കുന്നതോളം കാലം ഇവിടുന്ന് മേപ്പോട്ട് പോകുന്ന പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം 2000 വർഷം മുമ്പാണ് ഒലിവേലിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ ഒരു ബൈബിൾ ക്ലാസ്സുകളുടെ കാര്യവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചെന്ന ഒരാൾ അവിടുന്ന് പെയ്യ മേപ്പോട്ട് പതുക്കെ ഉയരുന്നുണ്ട്. പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒറ്റ പോക്കല്ല, പതുക്കെ ഉയരുക. ഉയർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് പിടിക്കുക കിട്ടുന്നില്ല, ഇങ്ങോട്ട് പിടിക്കുക താഴോട്ട് പിടിക്കുക കിട്ടുന്നില്ല. അപ്പൊ ഈ താഴോട്ട് പിടിച്ചപ്പോൾ കിട്ടാത്തതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ പേര് ഉയർപ്പിൻ ജീവന്റെ വ്യാപാര ശക്തി എന്നാണ്. ഉയർപ്പിൻ ജീവന്റെ വ്യാപാര ശക്തി യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കർത്താവിൻ്റെ മേൽ സ്വാധീനമില്ല. മനസ്സിലായോ? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരത്തെയും ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കും.
അപ്പൊ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി തന്നിൽ വ്യാപരിച്ച ദ സെയിം പവർ ഇന്ന് വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്നു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ മേപ്പോട്ട് പോകുമെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾ ദ മെക്കാനിസം ഐ നോ. I don't know anything more than that. You just don't believe it's happening, and you haven't had a chance to go and visit the Holy Land. It's coming for you. ഇനി ഒരു കാര്യം കേട്ടോ, നമുക്കൊരു ഒരു 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 ഗുണം ഞാൻ പറയാം. ഇത്രയും നാളും ടിക്കറ്റ് എടുത്ത് ഹോളി ലാൻഡിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കാത്ത പല ദൈവമക്കളുണ്ട്. ഇപ്പോൾ പൈസ ഉണ്ടായിരുന്ന നമ്മുടെ സിന്ധ്യ ഗർഭർ സിസ്റ്റർ ഹസ്ബൻഡും കൂടെ എന്നേ ഹോളി ലാൻഡൊക്കെ പോയിന്ന് കണ്ട് ഇല്ല സിസ്റ്ററെ, എന്നെ അവിടെ പോയിക്കൊന്ന് കണ്ട് ഒക്കെ വന്ന് ഒരു പാസ്റ്റേ കിട്ടിയിരുന്നെങ്കിൽ ആ പിന്നെ യോർദാൻ നദിയിൽ ഒന്നുകൂടെ അങ്ങ് സ്ഥാനപ്പെട്ടിരുന്നു. യോർദാൻ നദി കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഒന്നുകൂടെ സ്ഥാനപ്പെടുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് സ്ഥാനപ്പെട്ട ഒത്തിരി പേര് വീണ്ടും അവിടെ പോയി സ്ഥാനപ്പെട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴും ഒന്നുകൂടെ സ്ഥാനപ്പെടുമ്പോൾ ഒരു 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 പുതിയ ചൈതന്യം, ഒരു പുതിയ അഭിഷേകം കിട്ടുമെന്ന് വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ അവിടെ പോയിട്ടില്ലെന്നുള്ള വിഷമമുള്ളവർ വിഷമിക്കണ്ട. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമ്മൾ നേരെ ഉയർത്തെഴുന്നേറ്റിട്ട് ആ പോയിന്റിലാണ് ചെല്ലുന്നത്. ഞാൻ ലണ്ടനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നേരെ യെരുശലേമിന്റെ മണ്ടയ്ക്കൊണ്ടാണ് പോകുന്നത്. കാര്യം എന്താ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് ആ സ്വർഗത്തിലേക്ക് പോയത്. അപ്പൊ അവിടെ തന്നെയാ വരുന്നത്. കാനഡക്കാരും അവിടെ വരും, മനസ്സിലായി? നമ്മുടെ സജിപാസ്റ്റൻ കൂട്ടർ അവിടെ വരും, എല്ലാവരും അവിടെ വരും. അപ്പൊ ഒരു ഗുണമെന്നറിയാം സജിപാസ്റ്റനെ, താഴോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടും. ഏതിൻ്റെ വ്യൂ? വിശുദ്ധ നാടുകളുടെ. ആ യോർദാൻ നദിയും ഗലീല കടലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ്, പച്ചക്കറിത്തോട്ടങ്ങൾ, പഴത്തോട്ടങ്ങൾ. എൻ്റെ കർത്താവ് എന്തെല്ലാമാ! എ ബ്യൂട്ടിഫുൾ ഏരിയയിൽ വ്യൂ കിട്ടും. എന്നാലും അവിടുന്ന് നടന്നില്ലല്ലോ എന്നൊരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. ഒരു 7 വർഷം കൂടെ കഴിയുമ്പം അവിടെ തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് കാശുള്ളത് ഇപ്പം ടിക്കറ്റ് എടുത്ത് കളയണ്ട. എയർലൈൻസിലും ആ ഹോട്ടലുകാർക്കും പിന്നെ ഏജന്റിനും കൊടുത്ത് വെറുതെ പൈസ കളയണ്ട, അവർക്ക് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഫ്രീ ടിക്കറ്റ് ആണെന്നേ. ആലോചിച്ച് നോക്കി, വിശുദ്ധന്മാരുടെ പദവി നോക്കി, ഫ്രീ ടിക്കറ്റ്, അത് ഏരിയൽ വ്യൂ. ലോകത്തിൽ ഒരു മനുഷ്യനും കാണാൻ കഴിയാത്ത രീതിയിൽ ഇസ്രായേൽ ദേശം മുഴുവൻ ഒറ്റയടിക്ക് കാണാൻ കഴിയും. ഒരു ഗൈഡും നമ്മളെ കള്ളത്തരം പറഞ്ഞ് വഞ്ചിക്കത്തുമില്ല. ഈ ഗൈഡുമാരുടെ അവൻ്റെ ഈ കള്ളത്തരമുണ്ടോ കൊടുക്കും വേണ്ട, ഒരു 5 പൈസ ഒരിടത്ത് ഇടുകയും വേണ്ട, ഒരിടത്തും 5 പൈസ ഇടുകയും വേണ്ട. ആൻഡ് യു ലുക്ക് റൈറ്റ് ഡൗൺ ഓൺ ദ ഹോളി സിറ്റി. യെസ്, then well, now they have got the basic facts right. ഇതാണ് ബേസിക് ഫാക്ട്സ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലിരിക്കുമ്പോൾ ഈ ബേസിക് ഫാക്ട്സ് ക്ലിയർ ആയി കൊടുത്തു. ബട്ട് ദേ ഹവ് ഗോട്ട് സംതിങ് എൽസ് റോങ്. പക്ഷെ പ്രോബ്ലം, ഈ ഫാക്ട്സ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പം വേറെ ചില കാര്യം അബദ്ധമായിപ്പോയി. വേറെ ചില കാര്യം അബദ്ധമായി. എന്തെന്നറിയാമോ? Satan hates the doctrine of the second coming. സാത്താൻ ഏറ്റവും വെറുപ്പുള്ളത് സെക്കൻഡ് കമ്മിങ്ങിന്റെ ഡോക്ട്രിനാണ്. ഇത്രയുള്ള റീസണ്. രക്ഷയുടെ ഉപദേശം കേട്ടു, നമ്മൾ രക്ഷയുടെ ഭാഗത്ത് വന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ രക്ഷയുടെ ഭാഗത്ത് വന്ന് നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുകയും വിശുദ്ധ ജീവിതം കാത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. സാത്താന് നമ്മളെ പറ്റിയുള്ള പ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലൊന്നുമില്ല. എന്തെന്നറിയാമോ? കുറച്ച് കഴിയുമ്പം പ്രശ്നങ്ങളോടും പോയ പോലെ ഇങ്ങനെ തിരിച്ചു പോരുമെന്നുള്ളറിയാം. പോയതുപോലെ തിരിച്ചിങ്ങ് പോരുമെന്നറിയാം. ഞങ്ങൾ ഈ ചെറുതിലെ ഊത്ത പിടിക്കാൻ പോയി. നിങ്ങൾക്കൊന്നും അറിയത്തില്ലത്. ആദ്യത്തെ മഴ പെയ്യുമ്പം ഈ ആറ്റിലെ വെള്ളം ഇങ്ങനെ ഈ വയലിലോട്ടെല്ലാം കയറും. നല്ല മീനിനെ കിട്ടും. മടവലയും കൊണ്ട് പോയാൽ മതി, ഇഷ്ടംപോലെ മീനിനെ കിട്ടും. പക്ഷെ ഈ മടവലയും കൊണ്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. സന്ധ്യയ്ക്ക് വലയ്ക്ക് വല്ല കണ്ണി കീറിയിട്ടുണ്ടോ എന്ന് നോക്കി അതെല്ലാം കെട്ടി വൃത്തിയാക്കി. രണ്ടാമത്തെ കാര്യം, നല്ലൊരു പൂണിയുണ്ട്, പൂണി എന്നാ പറയുന്നത്, നല്ല സേഫാ. കിട്ടുന്ന മീനിനെ പിടിച്ച് പൂണിക്കകത്തിടും.
പൂണിക്കകത്തിട്ട് ഇല്ല. കുഴപ്പമെന്നറിയാമോ? നമ്മൾ ഒരുപാട് മീനെ പിടിച്ച് അവിടെ ഇവിടെ എല്ലാം ഇട്ടു. ഒരുപാട് മീനെ പിടിച്ച് അവിടെ എല്ലാം ഇട്ടു. മീനങ്ങ് തിരിച്ചെവിടെയോ പോയി. നമ്മൾ അവസാനം മീൻപിടുത്തമെല്ലാം കഴിഞ്ഞ് ചെയ്തേക്കുമ്പോൾ ഒരു ഒറ്റ എണ്ണത്തിനെ കൊണ്ടുപോകാൻ കാണത്തില്ല. വിശ്വസിച്ച ദൈവഭാഗത്ത് വന്ന ദൈവമക്കൾ അവരുടെ ലൈഫ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന ആ ആങ്കറുമായിട്ട് ബന്ധിക്കണം. ഇനി നമ്മളുടെ ഫോക്കസ് മുഴുവനും കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവിൻ്റെ മടങ്ങി വരവെന്ന ഫോക്കസുമായിട്ട് ബന്ധിച്ചില്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ആദിമസഭ എല്ലാ ദിവസവും മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് മാറാനാഥ എന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവ് വരുന്നു. അപ്പൊ ഈ ആഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മീറ്റിംഗ് ആത്മസന്തോഷമൊക്കെ പ്രാപിച്ച് ഭയങ്കര പാടി നൃത്തം ചെയ്ത് വചനമൊക്കെ കേട്ട് സന്തോഷിച്ചു. ഇനി തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ എങ്ങോട്ടാണല്ലോ കണക്ഷൻ കൊടുക്കേണ്ടത്? വി കണക്ട് ourselves with the anchor of our hope. That is the coming back of the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന ആ ആങ്കറിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സാത്താൻ്റെ വിഷമം എന്താ? അതിനകത്ത് കണക്ട് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞാൽ പൂണിക്കകത്ത് പോയ മീന തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവെന്ന വിഷയം, അതാണ് സാത്താൻ ഏറ്റവും പിണക്കുള്ളത്. Do you know why? Because when Jesus comes, Satan has to go. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കർത്താവ് മടങ്ങി വരുന്നതിന് സാത്താൻ എന്നാ കുഴപ്പം? സാത്താൻ്റെ കുഴപ്പം ഇത്രയേ ഉള്ളൂ. കർത്താവ് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ സാത്താൻ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവനവിടെ ഇരുന്നോട്ടെ, മൂലയ്ക്ക് ഇരുന്നോട്ടെ എന്ന് കർത്താവ് വിചാരിക്കും. നമ്മളെപ്പോലല്ല. നമ്മൾ സാത്താനോട് ഇരുന്നോട്ടെ, നമ്മൾ അവനെ ഉപദ്രവിക്കണ്ട. സാത്താനോട് ഇരുന്നോട്ട്, നമ്മൾ അവനെ ഉപദ്രവിക്കണ്ട. പുള്ളിയും പൊക്കോട്ടെ അല്ലേ? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് കാണാൻ സാധ്യതയുണ്ട്, അല്ലേ? മറന്നുപോയി കാണും. റാന്നി കോളേജിൽ ഞങ്ങളുടെ ഒരു പ്രൊഫസർ പറഞ്ഞാണ്. അപ്പം പുള്ളിയുടെ അനിയൻ്റെ മകൻ്റെ മാമോദീസയാണ്. അനിയൻ്റെ മകൻ്റെ മാമോദീസയ്ക്ക് ഇദ്ദേഹമാണ് തലതൊട്ടപ്പൻ, ഗോഡ്ഫാദർ ഈ കൊച്ചിൻ്റെ തലയെ കൈവച്ചിട്ട് സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചിരിക്കുന്നു ഉറക്കെ വിളിച്ച് പറയണം. സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചിരിക്കുന്നു ഈ കുഞ്ഞിന് വേണ്ടി ഉറക്കെ വിളിച്ച് പറയണം. അപ്പോൾ പുള്ളി എന്തറിയാമോ? പുള്ളി സാത്താനെ ഉപേക്ഷിച്ച് പെതുക്കെ പറഞ്ഞു, മശിഹായെ സ്വീകരിച്ചിരിക്കുന്നു ഉറക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പുള്ളി പറഞ്ഞത്, എടാ അറ്റ് ദ മൊമെന്റ് നമ്മളും സാത്താനും തമ്മിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അന്ന് നമ്മൾ കയറി സാത്താനെ ഉപേക്ഷിച്ച് വിളിച്ചു പറഞ്ഞ് ഇനി അവനെങ്ങാനും കേട്ടിട്ട് ഇനി ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇപ്പത്തൊക്കെ പറയാം, സാത്താൻ കേൾക്കണ്ട. മശിഹായെ സ്വീകരിച്ചുള്ള ക്രിസ്ത്യാനിക്ക് ഉറക്കെ പറയാമല്ലോ, നമ്മുടെ ദൈവമുള്ള പ്രോബ്ലം ഉള്ള കാര്യമല്ലല്ലോ. അപ്പൊ ചുരുക്കം പറഞ്ഞ സാത്താനോട് ഇരുന്നോട്ടെ, മശിഹായി ഇരുന്നോട്ടെ. വാക്യമുണ്ട് കേട്ടോ വിൽസൺ പാസ്റ്ററെ. വാക്യം ഉണ്ടെന്നറിയാമോ? കൈസർക്കുള്ള കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. സാത്താനോട് ഇരുന്നോട്ടെ, നീ അവനെ ശാസിക്കാനൊന്നും പോണ്ട, അവനോട് ഇരുന്നോട്ടെ, കർത്താവോട് ഇരുന്നോട്ടെ. പക്ഷെ കർത്താവിൻ്റെ പോളിസി നേരെ തിരിച്ചാ. താനിങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പം ആ പോക്കിൻ്റെ ഒരു പ്രോബ്ലം എന്നറിയാമോ? ഇപ്പോൾ ഒരാളെ ഇത്ര കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമ്പം അവന് ഒരുപാട് കോമ്പൻസേഷൻസ് കൊടുക്കണം, ഇല്ലേ പാസ്റ്റേ? അവൻ്റെ പിന്നെ അത്രയും നാൾ ജോലി ചെയ്തതിൻ്റെ പെൻഷൻ, PF, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി ഒരു നല്ല എമൗണ്ട് കൊടുത്തേ ഇവനെ വിടാൻ പറ്റത്തുള്ളൂ. ഈ പുള്ളിയുടെ പ്രോബ്ലം, പുള്ളി എത്രായിരം വർഷം ഇവിടെ കൂടെ വർക്കാന്നറിയാമോ? ഭയങ്കര ഹാർഡ് വർക്കാ. ഇവനെപ്പോൾ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളില്ല. പക്ഷെങ്കിൽ ഒരു പ്രതിഫലവും കൊടുക്കാതെ പുള്ളി ഇവിടെ ഇറക്കി വിടത്തുള്ളൂ. പുള്ളിക്ക് പെൻഷനും ഇല്ല, പ്രൊവിഡന്റ് ഫണ്ടും ഇല്ല, ഗ്രാറ്റുവിറ്റിയും ഇല്ല, ഒരു കുന്തവും ഇവനെ ഇറക്കി വിടും. അതാ ഇവൻ്റെ പ്രോബ്ലം. നീ ഇത്ര നാൾ വർക്ക് ചെയ്തില്ലയോ, നിനക്കൂടെ ഇരിക്കട്ടെ, ഒന്ന് ചുട്ടു തിന്നാൻ എന്ന് പറയത്തില്ല. ഈസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്.
ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്, ഈ ലോകത്തിന്റെ പ്രഭുവാണ്. ദ റൂളർ ഓഫ് ദിസ് വേൾഡ്, ഈ ഭൂമി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. And the moment Jesus comes back, Satan has to get out and he knows it. യേശു മടങ്ങി വന്നാൽ ആ നിമിഷം ഇവിടുന്ന് അവൻ കട കൂട്ടിയേ പറ്റൂ, അതവൻ അറിയാം. And if he can twist Christians' ideas of the second coming, ക്രിസ്ത്യൻസിനെ പറ്റി യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന വിഷയത്തെപ്പറ്റി ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ, ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ, if he can switch you away from the simple Bible facts about this great event, ഈ വലിയ ഈവന്റ് ഉണ്ടല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവ്, ആ വലിയ ഇവന്റിനെ പറ്റി നിങ്ങളുടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ അവന് കഴിയുവാണെങ്കിൽ, നിങ്ങളെ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ആൻഡ് വി ആർ നോട്ട് ഇഗ്നറന്റ് അബൌട്ട് ഹിസ് ഡിവൈസ്. സാത്താന്റെ ഡിവൈസസ് ഉണ്ടല്ലോ, വഞ്ചനകൾ, അതിനെപ്പറ്റി നിങ്ങൾ ഇഗ്നറന്റ് ആയിരിക്കരുത്. There may be special help needed against Satan. സാത്താന്റെ വഞ്ചനയെ ജയിക്കാൻ ചില ദൈവമക്കൾക്ക് സ്പെഷ്യൽ ഹെൽപ്പ് ആവശ്യമാണ്. He hates this subject. It's why you can't get Christians off it. അപ്പം ഈ സബ്ജക്റ്റ് സാത്താൻ വെറുക്കുന്നതാണ്. അതുകൊണ്ട് and that's why if you can get Christians off it, ക്രിസ്ത്യൻസിനെ ഇതിൽ നിന്ന് അകറ്റിക്കളയാൻ കഴിയുമെങ്കിൽ, എങ്ങനെയാ ഈ സബ്ജക്റ്റിൽ നിന്ന് ദൈവമക്കളെ സാത്താൻ അകറ്റിക്കളയെന്നറിയാമോ? ഇങ്ങനെ കേട്ടോണം. എടാ, കർത്താവ് എപ്പോഴേലും വരട്ടെ, അത് കർത്താവിന്റെ കാര്യം. നീ നിന്റെ പണി നോക്ക്. കർത്താവ് എപ്പോഴേലും വരട്ടെ, നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കണം കുഞ്ഞെ. കർത്താവ് എപ്പോഴേലും വരട്ടെ. അപ്പൊ കുഴപ്പമുണ്ടെന്നറിയാമോ? ഈ കർത്താവിന്റെ വരവെന്ന വിഷയത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും. He will, and if he can't get them off, he will push them too far into it and get them all tied up with charts and everything else and get it out of balance. ഇനി വേറൊരു കാര്യം, ഒരാളോട്, എടാ കർത്താവ് എപ്പോഴേലും വരട്ടെ, നീ എന്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഈ പുള്ളി കേൾക്കത്തില്ല. ഈ പുള്ളി ഉടനെ കർത്താവ് വരുന്നതിൻ്റെ ചാർട്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വരാനുള്ള ചാർട്ട് പുള്ളി ഗൂഗിൾ മാപ്പ് നോക്കി ഉണ്ടാക്കി കൊടുത്തു. കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയറിയണ്ടായോ? വെളിന്ന് വരികയല്ലയോ? നമുക്ക് കറക്റ്റ് ഒലിവ് ഉണ്ടെങ്കിൽ വരേണ്ടത്. വല്ല ഒടുക്കുഴി പോയി ചാടിക്കഴിഞ്ഞാൽ കാര്യം നടക്കും? ഇല്ല. അപ്പൊ ചാർട്ട് തയ്യാറാക്കണം. ദൈവമക്കൾ അങ്ങോട്ട് പോകാനുള്ള പല സ്ഥലത്തുമുള്ള ചാർട്ട് തയ്യാറാക്കണം. ഇങ്ങനെ ചാർട്ട് ചില കക്ഷികളുടെ കൈ നിറച്ചങ്ങ് ചാർട്ടാ, ഒരു ചാർട്ട് വെച്ചങ്ങ് പഠിപ്പിക്കുക. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ആ ചാർട്ട് അങ്ങ് എടുക്കും. ഇതല്ലാതെ ഒരു കാര്യം പറയത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത് നോക്കിയിരിക്കുകയല്ലാതെ ഈ പുള്ളിക്ക് വേറെ ഒരു കാര്യത്തെപ്പറ്റി ഒരു നിശ്ചയമില്ല. പുള്ളി മുഴുവൻ ചാർട്ടാണ്. ഒരു കൂട്ടർ നോക്കി അവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാകത്തില്ല. രണ്ടാമത്തെ കൂട്ടർക്ക് ഇതല്ലാതെ വേറൊന്നും അറിയത്തില്ല. പുള്ളി അതിന്റെ ചാർട്ട് കൊണ്ട് നടക്കുക. എന്തോ ചെയ്യാം. സോ they got it out of balance. അവിടെ പറ്റുന്ന കുഴപ്പം എന്തുവാണ്? ഔട്ട് ഓഫ് ബാലൻസ്. അവർക്ക് അതേ അറിയത്തുള്ളൂ, മറ്റൊന്നും അറിയത്തില്ല. ഇൻ തെസലോനിക്ക, what did they got out of balance? തെസലോനിക്ക ചർച്ചിൽ അവർക്ക് എങ്ങനെയാണ് കർത്താവിന്റെ മടങ്ങി വരുന്ന വിഷയത്തെപ്പറ്റി അവരുടെ ബാലൻസ് നഷ്ടമായത്? ഇതുപോലെയാണ് കർത്താവിന്റെ മടങ്ങി വരുന്ന വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഇന്നും ബാലൻസ് നഷ്ടമാകുന്നത്. എങ്ങനെയാണ്? How had Satan managed to get them all panicked about it? സാത്താൻ എന്ത് ചെയ്തു? ഇവരെ മുഴുവൻ പാനിക്കിലാക്കി. പേടിപ്പിച്ചു. Well, there are 3 ways that Satan can get through to Christians and alter their mental ideas and understandings. കർത്താവിന്റെ വരവിനെ പറ്റി വേദപുസ്തകം പറയുന്ന നമ്മുടെ ഐഡിയാസ്, നമുക്കുള്ള ഐഡിയാസ്,
അതിൽ നിന്ന് 3 രീതിയിലാണ് സാത്താൻ നമ്മളെ തെറ്റിച്ച് കളയുന്നത്. There are 3 ways in which Satan troubles us, അല്ലെങ്കിൽ നമ്മളെ ഡീവിയേറ്റ് ചെയ്യും കർത്താവിൻ്റെ വരവിനെ പറ്റി നമുക്കുള്ള ശ്രേഷ്ഠമായ അറിവിൽ നിന്ന്. ഒന്ന് ഫോൾസ് പ്രോഫറ്റ്സ്, കള്ളപ്രവാചകന്മാർ. കർത്താവിൻ്റെ വരവിന് മുൻപ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കാര്യം കള്ളപ്രവാചകൻ. ഒരുപാടടുത്ത് കള്ളപ്രവാചകന്മാർ എഴുതിയേക്കും. കള്ളപ്രവാചകൻ എൻ്റെ ദൈവം തമ്പുരാനെ. കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, അവരുടെ ഡിസ്ട്രിക്റ്റിൽ എല്ലാ മാസവും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അല്ല, അവരുടെ മെയിൻ ചർച്ച്, ഡിസ്ട്രിക്റ്റിലെ മെയിൻ ചർച്ച്. അപ്പോൾ പുറത്തു നിന്ന് ഓരോ പ്രവാചകന്മാരെ വിളിക്കും. ഞാൻ പ്രവാചകന്മാർക്കെതിരാണെന്ന് ചിന്തിക്കരുത് കേട്ടോ, പ്ലീസ്. അവർ ജീവിച്ചോട്ടെ, എനിക്കതിനകത്ത് അവരോട് വിരോധമില്ല. ഈ കഴിഞ്ഞ ദിവസം ഡിസ്ട്രിക്ട് കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഒരൊറ്റ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒരു പ്രവാചകനെയും ഇനി ഇവിടെ കയറ്റത്തില്ല. പ്രവാചകൻ എന്നാണ് മേലെടുത്തെങ്കിൽ അതിന് ഇങ്ങോട്ട് വരണ്ട. അത് വേദപുസ്തക പ്രകാരമല്ല, അങ്ങനെ ചെയ്യരുത്. കാര്യം പ്രവചനം തുച്ഛീകരിക്കരുത്. കാരണം ഓരോ പ്രാവശ്യവും ഒരു പ്രവാചകൻ, ഏത് പ്രവാചകൻ വന്നോ, ദൈവമക്കളെ അവരെ കൺഫ്യൂസ്ഡ് ആക്കി ആശയക്കുഴപ്പത്തിലാക്കിയിട്ടേ പോകത്തുള്ളൂ. ഈ പ്രവാചകൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അല്ല, വേറെ ഒന്നും ബാക്കിയില്ല, ഒരു സാധനം ബാക്കിയില്ല. എങ്ങനെ ദൈവമക്കളെ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അടച്ചങ്ങ് വേലി കെട്ടി, ഒറ്റ പ്രവാചനം കേട്ടത്തില്ലെന്ന്. അപ്പം ഒന്ന് ഫോൾസ് പ്രോഫറ്റ്, എ പ്രോഫസി that doesn't come from Jesus. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്ന് അല്ലാതെയാണ് ഈ പ്രവചനങ്ങൾ വരുന്നത്. പോൾ മെൻഷൻസ് ദാറ്റ് വൺ ഫസ്റ്റ്. അപ്പം ദൈവമക്കളെ ചിതറിച്ച് കളയുന്നതിന് വേണ്ടി, കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒരു കൂട്ടം പ്രവാചകന്മാർ വരും, കള്ളപ്രവാചകന്മാർ. 2, മിസ്ഇന്റർപ്രറ്റഡ് സ്ക്രിപ്ചർ. മിസ്ഇന്റർപ്രറ്റഡ് സ്ക്രിപ്ചർ, വിശുദ്ധ തിരുവെഴുത്തുകൾ സത്യമായി പൊരുൾ തിരിച്ച് പഠിപ്പിച്ചിരുന്ന, പ്രസംഗിച്ചിരുന്ന ഉപദേശിമാർ തന്നെ അതേ വാഗുണ്ട് വിശുദ്ധ തിരുവെഴുത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രസംഗിക്കും. നോക്കണേ, ഇവരെ 10, 20, 30 വർഷം പ്രസംഗിച്ച പ്രസംഗങ്ങൾ കേട്ട് അവരെ വിശ്വസിച്ച് അവരുടെ മീറ്റിങ്ങിൽ പോകുന്ന ആളുകൾ, ഇവർക്കെന്തോ ദിവ്യമായ വെളിപ്പാട് കിട്ടി, അവർക്ക് മാത്രം പരിശുദ്ധാത്മ വെളിപ്പാടുണ്ട് എന്ന ധാരണയിൽ ഈ പുള്ളി എഴുന്നള്ളിക്കുന്ന മുഴുവൻ കേട്ടിരിക്കും. കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ശരിയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മുടെ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ചത് മിസ്ഇന്റർപ്രിട്ടേഷനാണ്. എന്താ ചെയ്യുന്നത്? ആദ്യ ഉപദേശത്തെപ്പറ്റി ജനത്തിനിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കും. ആദ്യം ഈ ഉപദേശത്തെ എന്തൊരു പ്രസംഗമാണ്, പുള്ളിക്ക് അങ്ങ് ആക്സെപ്റ്റൻസ് കൊടുക്കും. ആക്സെപ്റ്റൻസ് കൊടുത്ത പുള്ളി 3 വർഷത്തൊക്കെ പ്രോഗ്രാം ഫുള്ളാണ്, 3 വർഷത്തൊക്കെ ഡയറി ഫുള്ളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുള്ളാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പ്രോഗ്രാം ഫുള്ളായല്ലോ, പുള്ളി ആക്സെപ്റ്റഡ് ആണല്ലോ. ഇത്രയും മനസ്സിലായി കഴിയുമ്പോൾ സാത്താൻ ഇവന്റെ വായിക്കൊണ്ട് തിരുവെഴുത്ത് തെറ്റിച്ചു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്തു? പീപ്പിൾ ഗെറ്റ് എ റോങ് ഗോസ്പൽ. ദേ ഗെറ്റ് എ റോങ് ഗോസ്പൽ. അപ്പൊ ദൈവമക്കളായ നമ്മൾ കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്വമാണ് തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ പാസ്റ്റർ ഈ സ്റ്റേജിൽ നിന്ന് അലറുന്നതല്ല, പുള്ളി അലറുകയാണല്ലോ, അലറലാണ്. അതല്ല, തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആദ്യം കള്ളപ്രവാചകന്മാർ, രണ്ടാമത് സ്ക്രിപ്ചർ തെറ്റി പറയുന്നവര്. ആൻഡ് ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് എവറി പ്രീച്ചർ ഈസ് മോർട്ടലി അഫ്രൈഡ് ഓഫ് ഡൂയിങ്. എല്ലാ പ്രസംഗകരും ഈ ടെംപ്റ്റേഷന് വിധേയരാണ്. അപ്പൊ എന്താ ഇതിന്റെ പ്രസംഗകര്? പ്രസംഗം മുഴുവൻ തയ്യാറാക്കി കഴിയുമ്പോൾ തിരുവെഴുത്ത് ഒന്നുകൂടെ എടുത്തിട്ട്, തിരുവെഴുത്തിൽ അങ്ങനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
തിരുവഴുത്തിലുണ്ടോ എന്നൊന്നുകൂടെ ചോദന ചെയ്യണം. It's better for me to have a milestone around my neck and jump into the river, into the deep sea, than mislead one of the Lord's little ones by misinterpreting the scripture. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോവാം, പ്രസംഗമെല്ലാം തയ്യാറാക്കി, എന്നിട്ട് ധൃതിയൊന്നും പിടിക്കരുത്. വീണ്ടും കർത്താവിൻ്റെ അടുത്ത് പോയി പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത പ്രസംഗം അങ്ങനാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. എന്തിനാ ഒന്നുകൂടെ നോക്കുന്നത്? ഇതിലെങ്ങാനും വചനത്തിൽ തെറ്റായി എന്തെങ്കിലും എൻ്റെ പ്രസംഗത്തിലുണ്ടെങ്കിൽ ആ പ്രസംഗം അങ്ങോട്ട് പോയി പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ഒരു തിരികല്ലെടുത്ത് കഴുത്തെ കെട്ടിയിട്ട് പോയി കഴുത്തി ചാടുകയാണ്. മനസ്സിലായോ? അപ്പം ഈ വചനം തെറ്റിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ഏതാണ്? കല്ല് കഴുത്തെ കെട്ടിയിട്ട് പോയി കഴുത്തി ചാടി ചാട. നിനക്ക് വചനം പൊരുൾ തിരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല, നിന്റെ വ്യാഖ്യാനങ്ങളെ ഇറക്കുന്നെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞതാണ്. ദിസ് തിങ് ഈസ് ബെറ്റർ. ബി നോട്ട് മെനി ടീച്ചേഴ്സ്, സെയിന്റ് ജെയിംസ്. ബി നോട്ട് മെനി ടീച്ചേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് ഗുരുക്കന്മാരാകരുത് എന്ന് പൗലോസ് പറയുന്നത്. നോയിങ് ദാറ്റ് ദേ വിൽ ഗോ ത്രൂ ദ ഗ്രേറ്റർ ജഡ്ജ്മെന്റ്. കാരണം ഇങ്ങനെ തെറ്റിച്ച് പ്രസംഗിക്കുന്നവർക്കാണ് വലിയ ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത്. യെസ്, ഇഫ് യു ആർ ടോട്ട് അതേഴ്സ്, ഇറ്റ്സ് എ ഹൊറിബിൾ റെസ്പോൺസിബിലിറ്റി. തെറ്റിച്ച് മറ്റുള്ളവരെ പ്രസംഗിച്ചിട്ട് പഠിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ദ തേർഡ് വേ ഇൻ വിച്ച് ക്രിസ്ത്യൻസ് ക്യാൻ ബി മിസ്ലീഡ് ഈസ് ബൈ ഫോർജറി. ബൈ ഫോർജറി. ഫോർജറി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കാര്യത്തിനെ തിരുത്തി മാറ്റി കൊടുക്കുക. അതാണ് ഫോർജറി എന്ന് പറയുന്നത്. ഫോർജറി. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഒരു പുതിയ വേദപുസ്തകം, ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ പരിഭാഷ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഇപ്പം കൺവെൻഷൻ നടത്തുന്ന ആൾക്കാർ ഇന്നോട് കൊണ്ടുനടന്ന് കച്ചവടം ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്ത് പല കാര്യങ്ങളും ഞാൻ കേട്ടു. അപ്പൊ ഇത് കൊണ്ടുനടന്ന് കച്ചവടം ചെയ്യുന്ന കേരളത്തിലെ ഇതിന്റെ ഒരു പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുവാ ഈ കൊണ്ടുനടന്ന് വിൽക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാ. നിങ്ങളുടെ ഈ പരിഭാഷ മുഴുവൻ തെറ്റാ. ഞങ്ങൾ ഒറിജിനൽ ഗ്രീക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഏത് ഗ്രീക്ക് ടെസ്റ്റ് ചെയ്തു? ഞങ്ങൾ കൊയിനായ ഗ്രീക്ക്. ഒക്കെ ശരി, കൊയിനായ ഗ്രീക്കിലെ ആ ബൈബിൾ എഴുതി നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾക്ക് കൊയിനായ ഗ്രീക്ക് എന്തോ ക്ലാസിക്കൽ ഗ്രീക്ക് എന്നറിയാം. എന്തെന്നറിയാം? ഞാൻ മുമ്പേ ഒരു സെന്റൻസ് വായിച്ചു കേൾപ്പിച്ചല്ലോ, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ നിന്ന്. അത് കൊയിനായ ഗ്രീക്ക് അല്ല, ക്ലാസിക്കൽ ഗ്രീക്കാ. അപ്പോ തങ്ങൾ എന്താണ് ഈ കൊണ്ടു നടന്ന് പറയുന്നത്? യാതൊരു ബോധമില്ല. അടുത്ത് ഒരാളുടെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം ഇറങ്ങി, മറ്റേ പുള്ളിയുടെ റോമാലേഖന വ്യാഖ്യാനം ഇറങ്ങി, അടുത്ത ആളുടെ സങ്കീർത്തന ഭാഷ്യം ഇറങ്ങി, അടുത്ത പുള്ളി പൗലോസൻ ലേഖനങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ ഒന്നും പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. പുള്ളി കുറെ ഐഡിയ ഫോർജ് ചെയ്തുണ്ടാക്കുക. ഈസ് ഫോർജിങ് ഐഡിയാസ്. അൺഫോർച്ചുനേറ്റ്ലി ദൈവമക്കളായ ഒരുപാട് പേർക്കും അതിൻ്റെ ഒറിജിനൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിനുമായിട്ട് ആക്സസുമില്ല. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഡോണ്ട് ഹാവ് ആക്സസ്. നമുക്ക് ആക്സസ് ഇല്ലാത്തത്തോളം കാലമുള്ള പ്രോബ്ലം എന്താണ്? ഈ കള്ളവ്യാഖ്യാനങ്ങൾ മുഴുവൻ കേട്ട് അതിന് പറയുള്ളൂ. പൗലോസ് പറയാം, യു മേ ഹാവ് ഹാഡ് എ ലെറ്റർ purporting to come from me, signed Paul. ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞ് തെസ്സലോനിക്കയിൽ ചില ലെറ്റേഴ്സ് വ്യാപരിക്കുന്നുണ്ട്. ഞാൻ എഴുതിയതാന്ന് പറഞ്ഞ്. മനസ്സിലായോ? എൻ്റെ പേരിൽ കുറെ ലേഖനങ്ങൾ തെസ്സലോനിക്കയിൽ വ്യാപിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ABC അറിയാൻ പറ്റുന്നെല്ലാം പുസ്തകം എഴുതുകയാണ്. ഒരാൾ ഒരു ടോപ്പിക്സ് എടുത്ത് നോക്കിയപ്പോൾ FSC ലേഖനം ഉദാഹരണം എടുത്ത് നോക്കി, ഒന്നും മനസ്സിലാകുന്നില്ല. എന്നൊരു കാര്യം ചെയ്തേക്കാം, ഒരു FSC ലേഖനം വ്യാഖ്യാനം എഴുതിയേക്കാം. അടുത്ത പുള്ളി കേരളത്തിലെ ലേഖനമാണ്. പുള്ളി വ്യാഖ്യാനം എഴുതിയേക്കാം. എന്താ വ്യാഖ്യാനം എഴുതിയ? പുള്ളിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല.
അതിനേക്കാ വിറ്റാണ് സങ്കീർത്തന ഭാഷ്യം. എൻ്റെ കർത്താവേ വായിച്ച് ഞാൻ ഒന്ന് രണ്ടെണ്ണം വായിച്ചു കേട്ടോ. എനിക്ക് സഹിക്കാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചു. ദൈവമേ പറ്റത്തില്ല, ഒരു രക്ഷയുമില്ല. കാര്യം ഈ പുള്ളി ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. യാതൊരു ബോധമില്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയില്ല. ഇതുപോലെ കക്ഷികൾ പൗലോസിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. And it's a forgery and Satan is up to all kinds of tricks. സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിൽ നിന്ന് മനുഷ്യനെ വഞ്ചിക്കുന്നുള്ളത് സാത്താന്റെ പരിപാടിയാണ്. He will stoop to anything. ഏത് ലെവലിലും കുനിഞ്ഞിറങ്ങാൻ, താഴെ ഇറങ്ങാൻ ഒരു മടിയില്ലാത്ത ഒരു പുള്ളിക്കാരനാണ് സാത്താൻ. He will stop at anything to mislead Christians. ക്രിസ്ത്യൻസിനെ മിസ്ലീഡ് ചെയ്യാൻ എന്ത് ചെയ്യാമോ ഒന്ന് പുള്ളിക്ക് യാതൊരു മടിയുമില്ല. And twist their ideas about the second coming. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരുവിനെ പറ്റി ദൈവമക്കളുള്ള എല്ലാ ഐഡിയാസും ട്വിസ്റ്റ് ചെയ്യുക. സോ ഹി വിൽ ഗിവ് ഫോൾസ് പ്രോഫസീസ്, തെറ്റായ പ്രോഫസീസ്. ഹി വിൽ ഗെറ്റ് ടീച്ചേഴ്സ് ടു മിസ്ഇൻറ്റർപ്രറ്റ് ദി ബൈബിൾ. ബൈബിൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനെ ഇറക്കും. ആൻഡ് ഹി വിൽ ഈവൻ ഫോഴ്സ് ഡോക്യുമെന്റ്സ് ദാറ്റ് വിൽ മിസ്ലീഡ്. ദൈവമക്കളെ മിസ്ലീഡ് ചെയ്യത്തക്കോണം ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ഇറക്കും. ഇത് ഓരോന്നും വായിച്ചിട്ട് ഓരോരുത്തരും, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഇങ്ങനെ പുസ്തകം. ഞാൻ ചെന്ന് നിന്നോട് ആര് പറഞ്ഞു ഇവന്റെ പുസ്തകം വായിക്കാൻ? ഇവന്റെ പുസ്തകം വായിക്കും. ഇപ്പം പിന്നെ പുസ്തകം നിർത്തി, അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം മുഴുവൻ വീഡിയോ ആണ്, യൂട്യൂബ് വീഡിയോ ആണ്. ഇപ്പം മുഴുവൻ യൂട്യൂബ് വീഡിയോ ആണ്. നമ്മുടെ തന്നെ എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ ഇന്ന് വെളുപ്പിനെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നല്ലൊരു പൂവങ്കോഴി ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി നിർത്തിയിരിക്കുക. അതിനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും, എനിക്കാണ് കണ്ടു കഴിയുമ്പോൾ എന്നെ പിടിച്ചൊന്ന് കറി വെക്കണമെന്ന് തോന്നുന്നത്. അതിന് അങ്ങനത്തെ ഉള്ള കോഴി ഇറച്ചാലോണം കഴിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പം ഒരു പെങ്കൊച്ച് എന്നിട്ട് അതിനെ പറ്റി വ്യാഖ്യാനം ഇറക്കുന്നത്, അങ്ങനെ ഒരു കോഴിയെ അവിടെ ഇല്ലായിരുന്നു പലസ്തീനിൽ. അതുകൊണ്ട് എന്താ ചെയ്തു? കോഴി കൂടിയുമില്ല. അങ്ങനെ ഒരു കോഴിയെ പലസ്തീൻ നാട്ടിലില്ലായിരുന്നു. കാര്യം പലസ്തീൻ നാട്ടിൽ കോഴിയെ വളർത്തത്തില്ല. കോഴിയെ വളർത്തത്തില്ല, യഹൂദന്മാരും വളർത്തത്തില്ല, റോമാക്കാരും വളർത്തത്തില്ല. മനസ്സിലായി? യഹൂദന്മാരും വളർത്തത്തില്ല, റോമാക്കാരും വളർത്തില്ല. അപ്പോൾ കോഴിയെ വളർത്തിയില്ല, പിന്നെ കോഴി എങ്ങനെ കൂകും? അങ്ങനാണെങ്കിൽ ഇല്ലാത്ത കോഴിയെ കൊണ്ട് കൂകുമെന്ന് പറഞ്ഞ കർത്താവാണ് കള്ളം പറഞ്ഞത്. ഇല്ലാത്ത കോഴിയെ കൊണ്ട് കൂകുമെന്ന് പറഞ്ഞ കർത്താവാണ് കള്ളം പറഞ്ഞത്. എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവദാസ, എന്നോട് ബാബു സാറിനൊരു മറുപടി, ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ചായ ലോകത്തിൽ മണ്ടന്മാർ പറഞ്ഞ മണ്ടത്തിനെല്ലാം പുറകെ മറുപടി പറയാൻ പോയാൽ എൻ്റെ ജീവിതം മുഴുവൻ വിഡ്ഢിത്തരങ്ങൾക്ക് മറുപടി പറഞ്ഞ് തീർക്കത്തേ ഉള്ളൂ. എനിക്ക് വേറെ യാതൊന്നിനും സമയം കിട്ടത്തില്ല. നിങ്ങളോട് ആര് പറഞ്ഞത് കേൾക്കാൻ പോരെന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ചൊരു മണ്ടത്തരം പറഞ്ഞ് ശരിയാ, അവിടെ കിടക്കട്ടെന്നേ. നമ്മളെന്തിനാ എൻ്റെ പുറകെ പോകുന്നത്? How are we benefited out of it? അപ്പൊ നോക്കിക്കോണേ, ഏത് വിധേനയെങ്കിലും ചിലരെ തെറ്റിക്കണം. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ കണ്ണിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊട്ട് കഴിയുന്നുമില്ല. നിങ്ങളുടെ ക്ഷമയൊക്കെ അതിൻ്റെ തീർന്ന് എനിക്കറിയാം കേട്ടോ മാസ്റ്ററെ. വിളിസം പാസ്റ്റർ, നമ്മുടെ ടീമാവും നമുക്ക് 2 മണിക്കൂർ ഇരിക്കാറ്. ഇവരെല്ലാം പുതിയ ആൾക്കാരാണ്. ഇവരടുത്ത ആഴ്ച പോലെ വരത്തില്ല. ഇവർ നമ്മളെ ഒരു ദുർവർത്തമാനം പറഞ്ഞു വരത്തും. അയാൾ സമയത്തെങ്കിലും നിർത്തത്തില്ല. നമുക്ക് കറിഞ്ഞിട്ട് ഒരു കണിക്ക് പോകാനും ഒക്കത്തില്ല. രാവിലെയാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം പോലെ ഇരിക്കത്തില്ല. ഇവരെ ഓർത്ത് നമ്മൾ നേരത്തെ നിർത്തും. നോക്കണേ, പൗലോസിയാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്യം? ആദ്യമേ എന്താ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ? അതെന്തിനാ അങ്ങനെ എഴുതിയെന്നുള്ളത് എനിക്കറിയത്തില്ല, സത്യം പറയാം. അങ്ങനെ എഴുതരുതായിരുന്നു കേട്ടോ ബിജു കുലകണ്ഠൻ പാസ്റ്ററെ. പക്ഷെ ഇന്ന് വളരെ അപ്സെറ്റ് ആണ്. ഒരു സന്തോഷമൊന്നും സാരമുള്ള ചിരിയൊന്നും കാണുന്നില്ല മുഖത്ത്. എന്തുവാ? സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഓ സ്തോത്രം കാപ്പി. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കണ്ടു ഇതെല്ലാം എവിടെ നിന്ന് കയറി വന്നാന്ന് വിചാരിക്കും. അപ്പോൾ അപ്സെറ്റ് ആയിട്ടിരുന്നപ്പം ഓക്കെ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഈ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്തോ ആർക്കറിയാം? ഇതാ ഒരു പ്രോബ്ലം. വിശ്വാസത്യാഗം
നമുക്ക് ആദ്യം ഒന്ന് തിരുത്താം ആ വിശ്വാസത്യാഗം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. വിശ്വാസത്യാഗം തിരുത്താം. വിശ്വാസത്യാഗം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു. പിന്നെ എങ്ങനെ ചെയ്യണമായിരുന്നു? അതിൻ്റെ ഒറിജിനൽ വേർഡ് അപ്പോസ്റ്റസി എന്നാണ്. അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ, അപ്പോ എന്ന് പറഞ്ഞാൽ മൂവ് അവേ, ചേഞ്ച്. മൂവ് അവേ, walk away, change from. അതിനാണ് അപ്പോ എന്ന് പറയുന്നത്. സ്റ്റെസി എന്ന് പറയുന്നത് പൊസിഷൻ, പ്രെമിസസ്, വേർ യു ആർ. നിന്നെ എങ്ങനാക്കിയിരിക്കുന്നു, നീ എന്തായിരിക്കുന്നുവോ. മനസ്സിലായോ? നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ, നീ എന്തായിരിക്കുന്നു, ആ അവസ്ഥയിൽ നിന്ന് നീ ബോധപൂർവം മാറി മറ്റൊരവസ്ഥയിലേക്ക് മാറുക. എന്നൂടെ പറയാൻ പോവാണ്. നിന്നെ എങ്ങനെ ആക്കിയിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് മാറി, ബോധപൂർവം മാറി വേറൊരവസ്ഥയിലേക്ക് നീ മാറുക. ഇത് അപ്പോസ്റ്റസി. ഇനി ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുവരെ മനസ്സിലാകത്തില്ലേ? കേട്ടോളാം. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ചില വർഷങ്ങളായി അമേരിക്കയിൽ ഉറപ്പെടുത്തിട്ട് വെസ്റ്റേൺ വേൾഡ് മുഴുവൻ വ്യാപിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്ത് അവൻ്റെ ജെൻഡർ മാറ്റുക. 10-20 വയസ്സുള്ള ചെറുക്കൻ ഹോസ്പിറ്റലിൽ പറയാണ്, എനിക്ക് ആണായിട്ട് ജീവിച്ച് മടുത്ത്, എന്നെ ഇനി പെണ്ണാക്കും. രൂപ കൊടുത്ത് അവനെ പെണ്ണാക്കും. ഇപ്പം 10-16 വയസ്സ്, 18 വയസ്സായി, എനിക്ക് മടുത്ത്, ഇനി എന്നെ ആണാക്കും. ദൈവം നിന്നെ ആണായിട്ട് സൃഷ്ടിച്ചെങ്കിൽ നിനക്ക് ആ സ്റ്റേറ്റസ് മാറ്റി പെണ്ണാക്കാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ട് ഇല്ല. നീ പെണ്ണായിട്ട് ആരും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിക്കുമായിരുന്നു. ആണായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചതാ. ദൈവം നിന്നെ സൃഷ്ടിച്ച ഒറിജിനൽ സ്റ്റേറ്റസിൽ നിന്ന്, പൊസിഷനിൽ നിന്ന് നീ മറ്റൊന്നായി മാറുന്നു. ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റ് കൊണ്ട്, കൈ കാശുള്ളത് കൊണ്ടും നിനക്കത് സാധിക്കുന്നു. അപ്പോസ്റ്റസി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പോസ്റ്റസി വ്യാപകമായിട്ട് ഒരു ടെൻഡൻസി ആയിട്ട് USA ഡെവലപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കുക. വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തോ മനസ്സിലായിക്കോണം. കാണുമ്പോൾ എന്തോ മനസ്സിലായിക്കോണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ്. യെസ്, ഒന്നുകൂടെ പറയാം, നോ പ്രോബ്ലം. അതിനുണ്ട്. ദൈവം നമ്മളെ ഒരു സ്റ്റേറ്റസ് സൃഷ്ടിച്ചു. മനസ്സിലായോ? അത് നമ്മുടെ സ്റ്റേറ്റസ്, സ്റ്റേസി, നമ്മുടെ സ്റ്റേറ്റസ്, അവസ്ഥ, ആയിരിക്കുന്ന, സൃഷ്ടിച്ചിരിക്കുന്ന, നിർമ്മിച്ചിരിക്കുന്ന, ആക്കി വച്ചിരിക്കുന്ന അവസ്ഥ. അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു, മാറിപ്പോകുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ തെറ്റായ സഹായം കൊണ്ടും നിന്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടും. അപ്പം ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് നീ നിർവഹിക്കേണ്ട നിന്നെ പറ്റിയുള്ള ദൈവിക ദൗത്യം ഇനി നിന്നിൽ കൂടെ നിറവേറത്തില്ല. ഇതുപോലെ സ്ത്രീ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നിന്നിൽ കൂടെ ദൈവത്തിന് നിർവഹിക്കേണ്ട ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാൻ ഉണ്ടല്ലോ, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള, ഈ ലോകത്തിനെ സൃഷ്ടിക്കുമ്പോൾ നിന്നെ പറ്റിയുള്ള ഇറ്റേണൽ പ്ലാൻ നഷ്ടമായി പോയി. ഗോട്ട് ഇറ്റ്? ഇറ്റേണൽ പ്ലാൻ നഷ്ടമായി പോയി. ഗോട്ട് ദ പോയിന്റ്. നമ്മളൊരു കുഞ്ഞിനെ കാനഡായി പഠിപ്പിക്കാൻ വിട്ടു. കൊച്ചെ പോയി പഠിച്ചിട്ട് വന്നു പറഞ്ഞു. വ്യാരമെന്നറിയാമോ? ഇവിടെ തിരിച്ചു വരുമ്പോൾ അവിടെ നല്ല യോഗ്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവുന്ന. ഇവളവിടെ ചെന്ന് നമുക്ക് പൈസ ഉണ്ടായിരുന്നുണ്ടെന്നറിയാം. ഒരു ഹോസ്പിറ്റലിൽ പോയി അങ്ങ് ആണായി. എന്നിട്ട് പാൻറ്റും ഒക്കെ ഇട്ട് റൗക്ക് കിട്ടുകൊണ്ട് തിരിച്ചു വന്നിരിക്കുക. ഞാൻ ബോയ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്തോതിനുള്ള? അല്ല, എന്തിനു കൊള്ളാം? അപ്പനെ അമ്മയ്ക്ക് ഇവളെ പിന്നീട് ഒറിജിനൽ പ്ലാൻ ഇനി നടക്കുമോ? നടക്കത്തില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്
ഓ, നമ്മൾ തിരഞ്ഞെടുത്ത അന്ന് നമ്മളെ പറ്റിയുള്ള പദ്ധതി, ഇറ്റേണൽ പർപ്പസ് അന്ന് എഴുതി വെച്ചതാണ്. ആ ഇറ്റേണൽ പർപ്പസ് നീ അപ്പോസ്റ്റസിക്ക് വിധേയമാകുമ്പോൾ അതിനി ഒരിക്കലും നടക്കത്തില്ല. ആരുടെ പദ്ധതി മുടങ്ങി? ദൈവത്തിന്റെ പദ്ധതി മുടങ്ങി. അത് കാണുമ്പോൾ മനസ്സിലായിക്കോണം, ആദ്യമേ, യെസ് കറക്റ്റ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പൊ ഇത് സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്തോ മനസ്സിലാക്കി? കർത്താവിന്റെ വരവ് വരാൻ പോകുന്നത് മനസ്സിലാക്കി. May the Lord bless all of you abundantly, exceedingly. I look forward to seeing you in the next time.